ഹായ്. അപ്പൊ നമ്മൾ ഇന്ന് SCERTയുടെ അടുത്ത പാഠഭാഗത്തിലേക്ക് കിടക്കാണ്. അറിവിന്റെ ജാലകങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം എവിടെയാണ്? കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം റെറ്റിനയാണ്. എവിടെയാണ്? റെറ്റിന. കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം റെറ്റിനയാണ്. കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ അല്ലേ വിറ്റാമിൻ എ? കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. ഇനി വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? വിറ്റാമിൻ എയുടെ രാസനാമം എന്താന്ന് ചോദിച്ചാൽ റെറ്റിനോൾ. എന്താണ്? റെറ്റിനോൾ. കണ്ണിലെ ഒരു ഭാഗമാണ് റെറ്റിന. അപ്പോൾ വിറ്റാമിൻ എയുടെ രാസനാമം എന്ത് എന്ന് ചോദിച്ചാൽ റെറ്റിനോൾ. ആ ഭാഗം ആലോചിച്ചാൽ മതി. അപ്പൊ എന്താണ്? റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. വിറ്റാമിൻ കെയുടെ രാസനാമം എന്താണ്? വിറ്റാമിൻ കെ ഫില്ലോക്വിനോൺ. എന്താണ്? ഫില്ലോക്വിനോൺ. വിറ്റാമിൻസിന്റെ ക്ലാസ് നമ്മൾ കോഡിലൂടെ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥവും തലകീഴായതും. റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ യഥാർത്ഥവും തലകീഴായതുമാണ്. എന്താണ്? യഥാർത്ഥവും തലകീഴായതും. രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ എന്തു പറയുന്നു? എന്താണ്? ദ്വിനേത്ര ദർശനം. ദ്വിനേത്ര ദർശനം. രണ്ടു കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കാണാൻ കഴിയുന്നതിനെ ദ്വിനേത്ര ദർശനം എന്ന് പറയും. വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം എന്താണ്? ദ്വിനേത്ര ദർശനം. വസ്തുക്കളുടെ അകലവും സ്ഥാനവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നതിന് കാരണം ദ്വിനേത്ര ദർശനമാണ്. അടുത്ത ചോദ്യം, അന്ധരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടി. അന്ധരായ ആളുകൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വെളുത്ത വടിയുടെ പേരെന്താണ്? വൈറ്റ് കെയിൻ. എന്താണ്? വൈറ്റ് കെയിൻ. അടുത്ത ചോദ്യം, അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി. അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയുടെ പേരെന്താണ്? ബ്രെയിൽ ലിപി. എന്താണ്? ബ്രെയിൽ ലിപി എന്നാണ് അന്ധരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപിയുടെ പേര്. അടുത്തത്, ബ്രെയിൽ ലിപി വികസിപ്പിച്ചത് ആരാണ്? ലൂയിസ് ബ്രെയിൽ. പേര് തന്നെ ഉണ്ടല്ലോ, ബ്രെയിൽ ലിപി വികസിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലൂയിസ് ബ്രെയിൽ. ലൂയിസ് ബ്രെയിൽ ആണ്. ഒരേ സമയം കണ്ണുകളെ രണ്ടു വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജീവി ഏതാണ്? മരയോന്താണ്. ഏതാണ്? മരയോന്ത്. ഒരേ സമയം കണ്ണുകളെ രണ്ടു വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കാൻ സാധിക്കുന്ന ജീവിയാണ് മരയോന്ത്. തല പിറകോട്ട് തിരിക്കാൻ കഴിവുള്ള ജീവി ഏതാണ്? മൂങ്ങ. ഔളാണ്. തല പിറകോട്ട് തിരിക്കാൻ കഴിവുള്ള ജീവി ഏതാന്ന് ചോദിച്ചാൽ ഔളാണ്, മൂങ്ങ. മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുള്ള ഒരു ജീവി ഏതാണ്? പൂച്ച. മങ്ങിയ പ്രകാശത്തിലും കാഴ്ചയുള്ള ജീവിയാണ് പൂച്ച. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ്? സ്രാവാണ്. ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവ്. പാമ്പുകൾ ഗന്ധമറിയുന്നത് എങ്ങനെയാണ്? നാക്ക് ഉപയോഗിച്ചാണ്. അടുത്ത ചോദ്യം, പാമ്പുകൾ ഗന്ധം അറിയുന്നത് എങ്ങനെ? പാമ്പുകൾ എങ്ങനെയാണ് ഗന്ധം അറിയുന്നത്? നാക്ക് ഉപയോഗിച്ചിട്ടാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. എങ്ങനെയാണ്? നാക്ക് ഉപയോഗിച്ചാണ് പാമ്പുകൾ ഗന്ധം അറിയുന്നത്. കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഘ്രാണശക്തി കൂടുതലായതിനാലാണ്. കുറ്റാന്വേഷണ രംഗത്ത് നായകളെ കൂടുതലായി ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഘ്രാണശക്തി കൂടുതൽ. ഘ്രാണശക്തി ഏറ്റവും കൂടുതൽ എന്തിനാണ്? സ്രാവിനാണ്. സ്രാവിനെ കുറ്റാന്വേഷണത്തിന് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നായയാണ്. നായക്ക് ഘ്രാണശക്തി വളരെ കൂടുതലായതിനാലാണ് എന്തിനു ഉപയോഗിക്കുന്നത്? കുറ്റാന്വേഷണ രംഗത്ത് നായയെ ഉപയോഗിക്കുന്നത്. പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നതിന് കാരണം എന്തൊക്കെയാണ്? നാവിലെ രസമുകുളങ്ങളാണ്. എന്താണ്? നാവിലെ രസമുകുളങ്ങൾ. പുളി, മധുരം, കയ്പ് എന്നിവ അറിയുന്നതിന് കാരണം നാവിലെ രസമുകുളങ്ങളാണ്. എന്താണ്? നാവിലെ രസമുകുളങ്ങൾ. ജ്ഞാനേന്ദ്രിയങ്ങൾ എത്ര ജ്ഞാനേന്ദ്രിയങ്ങളാണ് ഉള്ളത്? 5 എണ്ണമാണ്. എത്ര ജ്ഞാനേന്ദ്രിയങ്ങളാണ്? 5. ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. കാഴ്ചശക്തി പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ചാർട്ട് എന്താണ്? സ്നെല്ലർ ചാർട്ടാണ്. ഏതാണ്? സ്നെല്ലർ ചാർട്ട്. കാഴ്ചശക്തി പരിശോധിക്കുവാൻ ഉപയോഗിക്കുന്ന ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട്. സ്നെല്ലർ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം? എത്ര മീറ്റർ ആണ്? 6 മീറ്റർ. എത്രയാണ്? 6 മീറ്റർ അകലെ നിന്നാണ് സ്നെല്ലർ ചാർട്ട് വായിക്കേണ്ടത്. എത്ര മീറ്റർ ആണ്?
അടുത്ത ചോദ്യം, സ്നെല്ലർ ചാർട്ട് എത്ര മീറ്റർ അകലെ നിന്ന് വായിക്കണം? എത്രയാണ്? 6 മീറ്റർ. സ്നെല്ലർ ചാർട്ട് 6 മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത്. എത്രയാണ്? 6 മീറ്റർ. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. താങ്ക് യു.